എസ്ഐയുടെ കാലൊക്കെ പിടിച്ച് എന്നെ വെറുതെ വിടണം. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളല്ലേ നമ്മൾ തമ്മിലുള്ളൂ. അങ്ങനെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ എന്ന് വെച്ചാൽ, ഇല്ല നിനക്കിത് വേണം, നിന്നെ ഞാൻ നോക്കിയിട്ടിരിക്കുകയായിരുന്നു, നിനക്ക് എല്ലാത്തിനും ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും പിന്നെ ചവിട്ടുന്നു. എന്നിട്ട് എന്നോട് എഴിക്കാൻ പറയുകയാണ്. എഴിക്കെന്ന് എഴിക്കുമ്പോൾ വീണ്ടും ഞാൻ ആ മേശയിലൊക്കെ പിടിച്ച് എഴിക്കുമ്പോൾ വീണ്ടും ഇടുപ്പിൽ ചവിട്ടി താഴെയിടും. അവസാനം ഞാൻ കരഞ്ഞുകൊണ്ട് ഇനി അടിക്കരുതെന്ന് പറയുമ്പോൾ ഇതുപോരാ, ഇനിയും ഉറക്കെ കരയണം, ഈ സ്റ്റേഷൻ്റെ പുറത്തുള്ള ആളുകളൊക്കെ ഇത് കേൾക്കണം, അവർക്കൊരു പാഠമാവണം, പോലീസിനോട് കളിച്ചാൽ എന്തായിരിക്കും എന്നൊക്കെ അറിയിക്കണം എന്നുള്ള രീതിയിൽ ഒരു വല്ലാത്ത വാശിയോടുകൂടി വൈരാഗ്യത്തോടു കൂടിയായിരുന്നു ഇദ്ദേഹം എന്നെ തല്ലി അവശനാക്കിയത്. പിന്നീട് എനിക്ക് അനക്കൊന്നും ഏകദേശം എൻ്റെ ബോധമൊക്കെ നഷ്ടപ്പെട്ടത്. നിങ്ങൾ വൃക്ഷണത്തിന് പരിക്ക് പറ്റി സർജറി ചെയ്തു, അതിന്റെ രേഖകൾ ഉണ്ടായിട്ട് പോലും ഒരു തുടർ നടപടി ഉണ്ടായില്ല. 7 വർഷത്തിന് ശേഷമാണല്ലേ കേസെടുത്തത്? അതെ. അതായത് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ അതിലോട്ട് തന്നെ വരാം. അതിൽ ഏറ്റവും അപകടം എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് അനക്കമില്ല എന്ന് കണ്ടപ്പോൾ 3-4 പോലീസുകാർ ചേർന്ന് എന്നെ അവിടുത്തെ പോലീസ് ജീപ്പിലിട്ട് 15 കിലോമീറ്റർ അപ്പുറമുള്ള വേറൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഡംപ് ചെയ്തു. അപ്പോൾ ഞാൻ കണ്ണൂർ നോക്കുമ്പം കുറേ പിന്നെ പഴയ ന്യൂസ് പേപ്പറുകളും കുറേ പിന്നെ വൃത്തിയില്ലാത്ത വാഷ് സ്പേസ്, ഒരു ശുചിമുറി പോലത്തെ റൂമിനകത്ത് എന്നെ ഇട്ടേക്കുന്നതാണ് ഞാൻ കണ്ടത്. അവിടെ നിസ്സഹായനായി ഞാൻ എവിടെയെന്ന് പോലും അറിയാതെ നിന്നൊരു അവസ്ഥയാണ്. അന്ന് എൻ്റെ പാർട്ടി പ്രവർത്തകരെല്ലാം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനും എന്നെ തിരക്കി പോയി. അങ്ങനെ ഒരു വണ്ടിത്തരം പ്രദീപ്, അവിടുത്തെ പാർലമെൻറ്റ് സെക്രട്ടറിയാണ് തിരുവല്ലത്തുള്ള, പുള്ളി നേരെ അവിടെ വന്ന് ഷജീർ ഉണ്ടോ എന്ന് തിരക്കുമ്പം പാറാവരൻ ഇല്ല എന്ന് പറഞ്ഞ് ഗ്രില്ലൊക്കെ പിടിച്ചടച്ചു. അവസാനം ഞാൻ തന്നെയാണ് ഈ ശബ്ദം കേട്ട് പുറത്തുനിന്ന് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി പ്രവർത്തകരെല്ലാം കൂടി വന്ന് പോലീസ് സ്റ്റേഷനകത്ത് കയറി ബലമായി എന്നെ ആശുപത്രി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അല്ലാതെ പോലീസ് വോളണ്ടറി ആയിട്ട് കൊണ്ടുപോയതല്ല. പോലീസ് ജീപ്പിലിട്ടാണ് കൊണ്ടുപോയതെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിനകത്ത് അടിയന്തരമായി അതായത് എൻ്റെ വൃക്ഷണത്തിൽ രക്തം കട്ടിപ്പിടിച്ചു, അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ അന്ന് തന്നെ ശസ്ത്രക്രിയ ചെയ്തു. 21 ദിവസം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്, ഈ സർക്കാരിൻ്റെ കീഴിലുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശ്വാസയോഗ്യതയുള്ള മെഡിക്കൽ കോളേജിലാണ്. ഇവരുടെ കീഴിലുള്ള ഡോക്ടർ തന്നെയാണ് എനിക്ക് ശസ്ത്രക്രിയ ചെയ്തത്. അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും രേഖകളൊക്കെ ഉണ്ട്. ഞാൻ അന്ന് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തു, പിന്നെ DGPക്ക് പരാതി കൊടുത്തു. പക്ഷെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഏകദേശം 7-8 മാസം മുമ്പ്, 7 വർഷത്തിന് ശേഷം മാത്രമാണ് ഒരു FIR പോലും ഇടാൻ ഈ സർക്കാർ തയ്യാറായത് എന്നുള്ളതാണ്. അതായത് ഗുരുതരമായിട്ടുള്ള എൻ്റെ ഡിസ്ചാർജ് സമ്മറി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മുഴുവൻ ഹാജരാക്കി. ഇപ്പോൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പോലും നമുക്ക് തെളിവില്ല എന്ന് പറഞ്ഞാണല്ലോ, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അന്ന് CCTV ഇല്ലാത്തത് കൊണ്ട് ദൃസാക്ഷികളുടെ മൊഴി വെച്ചെടുക്കാൻ പറ്റില്ല എന്നായിരിക്കുമല്ലോ അവരുടെ വാദം. പക്ഷെ തെളിവുണ്ടല്ലോ, ഞാൻ എൻ്റെ വൃക്ഷണത്തിൽ ചവിട്ടിയെന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ അടിവയറ്റിൽ ചവിട്ടിയെന്ന് ഞാൻ പറയുന്നു. അതിനുശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു. ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പം പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പോലും വളരെ വിചിത്രമായ വാദമാണ് മുന്നോട്ട് വെച്ചത്. ഇത് ഇവിടെ അന്വേഷിക്കാൻ കഴിയില്ല. ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറിക്ക് വേണ്ടിയാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ പരാതി കൊടുത്തത്. ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടിക്ക് വേണ്ടിയാണ്. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പറഞ്ഞത് കോടതിയിൽ കേസുള്ളത് കൊണ്ട് ഇവിടെ കേസെടുക്കാൻ, ഇത് വേറെ അന്വേഷണമോ അല്ലെങ്കിൽ വേറെ നടപടി സ്വീകരിക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞ് പരാതി തീർപ്പാക്കാനാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പോലും നിന്നത്. DGPക്ക് കൊടുത്ത പരാതിയിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ 7 വർഷത്തിന് ശേഷമാണ് പരാതി എടുത്തത്.